ജനതാ കോളേജിൻ്റെ +1 കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 1-ാമത്തെ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചതാണ്. നമ്മൾ ചാപ്റ്ററിലെ മെയിൻ പോർഷനുകളിലേക്ക് പോവുകയാണ്. 1-ാമതായിട്ട് ആ ചാപ്റ്ററിൽ തന്നെ, അതായത് സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, ആ സെക്ഷനിൽ നമ്മൾ 1-ാമതായിട്ട് പറഞ്ഞ ഒരു ടേം എന്ന് പറയുന്നത് മാറ്റർ. എന്താണ് മാറ്റർ എന്നാണ്? മാറ്റർ മീൻസ് എനിത്തിങ് വിച്ച് ക്യാൻ ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ മാസ്. അതായത് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ളതും മാസ് അല്ലെങ്കിൽ മാസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കും. അപ്പം മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് വിച്ച് ക്യാൻ ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ മാസ്. അതായത് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കും. ഇപ്പം നമ്മളിതാ എടുത്തിരിക്കുന്ന ഈ പറയുന്ന പെൻ, ഈ പെന്നും എന്താണ്? ഒരു മാറ്ററാണ്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഡസ്റ്റർ, ഇതൊരു മാറ്ററാണ്. അപ്പോൾ ഈ ഓരോ എക്യുപ്മെൻറ്റ്സും, നമ്മൾ എടുത്തിരിക്കുന്ന ബോർഡ്, അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സും മാറ്ററാണ്, ഒരു മാറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം എന്ത് വേണം? ഇതിനെല്ലാം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്പേസും വേണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മാറ്റർ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ പറയുന്ന എന്താ മാറ്റർ എന്ന് പറഞ്ഞു? എന്താണ്? ഇപ്പോൾ എനിത്തിങ് വിച്ച് ക്യാൻ ഓക്കുപ്പൈ ആൻഡ് ഹാവ് എ മാസ്, അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റർ എന്ന് വിളിക്കും. ഈ മാറ്ററിന് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ മാറ്ററിന് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് മിക്സ്ചേഴ്സും മറ്റൊന്ന് പ്യുവർ സബ്സ്റ്റൻസസുമാണ്. ഒന്ന് മിക്സ്ചേഴ്സും മറ്റൊന്ന് പ്യുവർ സബ്സ്റ്റൻസസ് എന്നുമാണ്. അപ്പോൾ മാറ്റർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്ററിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഏതൊക്കെ? മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസ്. ഈ പറയുന്ന മിക്സ്ചേഴ്സ് എന്നും പ്യുവർ സബ്സ്റ്റൻസും എന്താണെന്ന് നമ്മൾ പറയുകയാണ്. മിക്സ്ചേഴ്സ്, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ, അതിന് മിക്സ്ചർ എന്ന് പേര് വരാനുള്ള കാരണമേ എന്താണ്? അതിൽ ഒരു പാർട്ടിക്കിൾ മാത്രമല്ല കാണപ്പെടുക, അതിൽ ധാരാളം, അതായത് ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം പാർട്ടിക്കിൾ അതിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളതിന് എന്ത് പേര്, ആ കഴിക്കുന്നതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? മിക്സ്ചർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഇവിടെയും മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് different types of components are present in a matter അല്ലെങ്കിൽ in a substance, then it is called mixtures എന്ന് പറഞ്ഞാൽ, അതായത് ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം ധാരാളം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ധാരാളം കോമ്പണൻറ്റുകൾ ചേർന്നിട്ടുള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ധാരാളം അതായത് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം കോമ്പോണൻസ് കാണപ്പെടണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരേ ടൈപ്പുള്ള ആൾക്കാർ മാത്രമല്ല കാണപ്പെടുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുള്ള ആൾക്കാരായിരിക്കും ആ മിക്സ്ചേഴ്സിൽ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി എന്താ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലി 1 ടൈപ്പ് കോമ്പോണൻറ്റ് ആർ പ്രസൻറ്റ്, അല്ലെങ്കിൽ ഒറ്റ ടൈപ്പ് ആൾക്കാർ മാത്രം അല്ലെങ്കിൽ ഒറ്റ ടൈപ്പ് പാർട്ടിക്കിൾ മാത്രം കാണപ്പെടുന്നുവെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വിളിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻസ് ആണ് പ്രസൻ്റ് എങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻസ് പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയും? മിക്സ്ചേഴ്സ് എന്ന് പറയും. സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻറ്റ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷൻസ് ആണ്? ഏതൊക്കെ? ഒന്ന് മിക്സ്ചേഴ്സും മറ്റൊന്ന് പ്യുവർ സബ്സ്റ്റൻസസ്. മിക്സ്ചേഴ്സ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻസ് ആർ പ്രസൻറ്റ്. പ്യുവർ സബ്സ്റ്റൻസ് മീൻസ് സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻസ് ആർ പ്രസൻറ്റ്. Then next is, these mixtures are classified into 2. It is homogeneous mixtures and heterogeneous mixture. So mixtures are of 2 types. One is homogeneous mixtures and heterogeneous mixtures. Then pure substances are classified into 2. It is elements and compounds. Then അപ്പോൾ
പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. വാട്ട് ആർ ദേ? മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ്. അപ്പോൾ മാറ്ററിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും. ആ മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹോമോജീനസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്നും എന്താണ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്നും നോക്കാം. ഹോമോജീനസ് mixtures means the properties are uniform throughout the mixtures. Properties are uniform throughout the mixture is called a homogeneous mixtures. Then properties are different, then it is heterogeneous mixtures. Properties are different, then it is heterogeneous mixtures. Properties are uniform throughout the mixture, then it is homogeneous mixtures. Properties are different, then it is heterogeneous mixtures. Okay, homogeneous mixtures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ properties are uniform throughout the mixture എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുകയാണ്, നമ്മളിപ്പോൾ ഷുഗർ സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ആ ഷുഗറിൻ്റെ ടേസ്റ്റ് ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. അത്തരത്തിലുള്ള അതായത് ആ ഷുഗറിൻ്റെ ആ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഷുഗർ സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ആ മിക്സ്ചറിൽ ത്രൂ ഔട്ടായിട്ട് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. ഇനി എന്നാൽ ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും, എല്ലായിടത്തും ഒരുപോലെ കോമ്പോസിഷൻ അതായത് ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറൻ്റ് ആയിരിക്കും, യൂണിഫോം പ്രോപ്പർട്ടി ആയിരിക്കില്ല. കാരണം ഓരോ ഇടത്ത് ഓരോ രീതിയായിരിക്കും. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും ആ മിക്സ്ചറിൽ കാണപ്പെടുക എന്ന് പറയണം. ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് മീൻസ് പ്രോപ്പർട്ടീസ് ആർ ഡിഫറൻറ്റ് ത്രൂ ഔട്ട് ദ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല, ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ പറയുന്ന പേരാണ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ മിക്സ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. എന്താണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻസ് ആർ പ്രസൻറ്റ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ചർ. അപ്പോൾ മിക്സ്ചർ എന്ന് പറയുന്നത് ഒരേപോലുള്ള കോമ്പോണൻറ്റുകൾ ആയിരിക്കില്ല അതിൽ പ്രസൻ്റ് ആയിരിക്കുക, ഒരേ സെയിം ടൈപ്പ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള കോമ്പോണൻസ് ആണ് പ്രസൻറ്റ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് മിക്സ്ചേഴ്സ് എന്ന് പറയും. ഈ മിക്സ്ചേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. മിക്സ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. What are they? Homogeneous and heterogeneous mixtures. Homogeneous mixtures means properties are uniform throughout the mixture. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മിക്സ്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അതിൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, യൂണിഫോം ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി എടുക്കുകയാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അതായത് എല്ലായിടത്തും ഒരുപോലെയാണ് ടേസ്റ്റ് ചെയ്യുമെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വരുമ്പോൾ, അതായത് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന പഞ്ചസാര മൊത്തം എന്തിൽ ഡിസോൾവ് ആയിരിക്കണം, കലങ്ങിയിരിക്കണം, ഈ പറയുന്ന വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അതിലൊരു പ്രോപ്പർട്ടിയാണ് സ്വീറ്റ്നസ്. ആ മധുരം എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂണിഫോം ആയിരിക്കും. ഫസ്റ്റ് ടു എൻഡിങ് വരെ യൂണിഫോം ആയിരിക്കും, ഏതാണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ഹെട്രോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിരിക്കില്ല, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ തന്നെ, അല്ലെങ്കിൽ മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന സാൻഡ്. നമ്മൾ മണൽ എടുക്കുകയാണെങ്കിൽ മണലിൽ ഒരു ടൈപ്പ് ആൾക്കാർ മാത്രമായിരിക്കില്ല കാണുന്നത്, അതിൽ തന്നെ ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ
എയറിൽ തന്നെ നമുക്ക് ഒരു കണ്ടന്റ് മാത്രമായിരിക്കില്ല. ഇപ്പം നമ്മൾ പറയും പോലെ ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് കോമ്പോണൻസ് എയർ. അപ്പോൾ എയർ, സാൻഡ് അതുപോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സാൻഡും അയണും തമ്മിലുള്ള മിക്സ്ചർ, അപ്പോൾ ഇതുപോലൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും? മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഹോമോജീനസ് എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും ഇതൊക്കെ എന്താണ്? ഹോമോജീനസിന് എക്സാമ്പിൾ ആണ്. ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് പറയുമ്പോൾ എയർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെട്രോജീനസ് മിക്സ്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എയറിൽ തന്നെ ഒരേപോലെ, അതായത് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് എല്ലായിടത്തും ഇപ്പോൾ ചിലപ്പോൾ ഒരിടത്ത് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരിടത്ത് കുറവായിരിക്കും, അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻറ്റ് കോമൺലി ഇതിനെല്ലാം ഒരു ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. എന്നാലും ഓരോ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിൻ്റെ അളവിന് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന എയർ എന്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? ഹെട്രോജീനസ് മിക്സ്ചർ. അപ്പോൾ ഇനി മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് ഷുഗർ, അപ്പോൾ അതൊക്കെ ഹെട്രോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി പ്യുവർ സബ്സ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന only one അല്ല, സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻറ്റ്, അതായത് ഒരേ ടൈപ്പ് കോമ്പോണൻസ് മാത്രം പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയും. നമ്മൾ മിക്സ്ചേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് പറഞ്ഞു, എന്നാൽ പ്യുവർ സബ്സ്റ്റൻസിൽ സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻസ് ആണ് പ്രസൻറ്റ് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ന് തോന്നുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞത്. പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ നമുക്ക് പറയാം, വാട്ടർ പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് പറയാം, ഇതൊക്കെ പ്യുവർ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ആണ്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. അതായത് ഇവിടെ പറയുക, എലമെൻറ്റ്സ് മീൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം പ്രസൻറ്റ്, then it is called elements. എന്നാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ, അല്ലെങ്കിൽ മോർ ദാൻ വൺ, അത്രയും അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ജനറലി ഒന്നുകൂടെ പറയുക, ഈ മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് വിച്ച് ക്യാൻ ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ മാസ്, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ മാസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും നമുക്ക് മാറ്റർ എന്ന് പറയാം. ഈ പറയുന്ന മാറ്ററിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മിക്സ്ചേഴ്സ് എന്നും മറ്റൊന്ന് പ്യുവർ സബ്സ്റ്റൻസസ് എന്നുമാണ്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോണൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻസ് ആണ് പ്രസൻറ്റ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ പറഞ്ഞു, എയർ, ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെ മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയും പോലെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ വാട്ടർ, അതൊക്കെ ഷുഗർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. ഇനി ഈ പറയുന്ന മിക്സ്ചേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഹോമോജീനസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ്. ഹോമോജീനസ് മിക്സ്ചേഴ്സ് മീൻസ് പ്രോപ്പർട്ടീസ്, അതായത് ആ മിക്സ്ചർ എടുക്കുമ്പോൾ പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ വരുമ്പോഴത്തേനും അതിൻ്റെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരില്ല, ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. യൂണിഫോം ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം, നോട്ട് യൂണിഫോം ആയിരിക്കണമെന്നില്ല, ഓരോ ഇടത്ത് ഓരോ കോമ്പോസിഷൻ ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹോമോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞു, ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെ ഹോമോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ, അപ്പോൾ എയറിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് ഓരോ ഇടത്തും ഓരോ കോമ്പോസിഷൻ ആയതുകൊണ്ടാണ് എയറിനെയൊക്കെ നമ്മൾ ഹെട്രോജീനസ് മിക്സ്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സെയിം ടൈപ്പ് ഓഫ് കോമ്പോണൻ്റ് ആണ്. അതിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എലമെൻറ്റ്സ് മീൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം ഈസ് പ്രസൻറ്റ്, അതായത് ഒരു ടൈപ്പ് ആറ്റം മാത്രം പ്രസൻറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? എലമെൻറ്റ്സ് എന്ന് വിളിക്കും. കോമ്പൗണ്ട്സ്
എന്ന് പറയുന്നത് മോർ ദാൻ വൺ ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അതാണ് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. എലമെൻസിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ എലമെൻസിന് എക്സാമ്പിളാണ്. അതുപോലെ ഓക്സിജൻ, ഇതൊക്കെ എലമെൻസിന് എക്സാമ്പിളാണ്. കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതൊക്കെ നമ്മുടെ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇത്രയുമാണ് മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് വണ്ണിൽ തന്നെ ഫിസിക്സിലും പഠിക്കാനുള്ള ഒരു സെക്ഷനാണ്. ആദ്യം നമ്മൾ പറയുക, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നും അതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്നും പറഞ്ഞു. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് പ്ലസ് വണ്ണിൽ. അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾ പഠിക്കൂ ഇത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്, അതായത് നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ സംബന്ധിച്ച് ഈ ക്വാണ്ടിറ്റീസ് മറ്റ് ഒരു ക്വാണ്ടിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അതിന് സ്വന്തമായി യൂണിറ്റുകളുണ്ടാവും. മറ്റ് ഒരു ക്വാണ്ടിറ്റികളെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് ലെങ്ത്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. രണ്ടാമത്തത് മാസ്, മൂന്നാമത്തത് ടൈം, നാലാമത്തത് ഇലക്ട്രിക് കറണ്ട്, അഞ്ചാമത്തത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ആറാമത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഏഴാമത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെ പ്രധാനമായിട്ട് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും 7 യൂണിറ്റ്സും പ്രസൻ്റ് ആണ്. അതായത് ഈ പറയുന്ന ഒന്നാമത്തെ ലെങ്ത്, രണ്ടാമത്തത് മാസ്, മൂന്നാമത്തെ ടൈം, നാലാമത്തത് കറണ്ട്, അഞ്ചാമത്തത് ടെമ്പറേച്ചർ, ആറാമത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഏഴാമത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്ന, അതാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ, ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം. അടുത്ത മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം, ഡിനോട്ട് ചെയ്യുന്നത് കെ ജി. ഇതാണ് മാസിന്റെ യൂണിറ്റ് എന്ന് പറയും. ദെൻ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്, ഡിനോട്ട് ചെയ്യുന്നത് എസ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംപെയർ, ഡിനോട്ട് ചെയ്യുന്നത് എ. ദെൻ ടെമ്പറേച്ചർ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കെ. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സൂചിപ്പിക്കുന്ന മോൾ, ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ MOL, മോൾ. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, ഡിനോട്ട് ചെയ്യുന്നത് CD. ഇപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, കറണ്ട് ആംപെയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി മീൻസ് പ്രകാശ തീവ്രത എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡല, CD എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ മെയിൻലി നമുക്ക് ആവശ്യം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. കാരണം ഞാൻ നേരത്തെ മോൾ എന്ന് പറയുന്ന ഒരു ഐഡിയ പറഞ്ഞു. അതായത് നമ്മുടെ ഏതൊരു സബ്സ്റ്റൻസ് ആണോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെങ്ത്തിന് ഒരു മെഷർമെൻ്റ് ഉള്ളതുപോലെ മാസിന് ഒരു മെഷർമെൻ്റ് ഉള്ളതുപോലെ നമ്മുടെ എടുക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനും ഒരു മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർമെൻ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് അവർ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടോ, MOLE എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നു. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് E ഇല്ല, MOL എന്നാണ്. അതാണ് മോൾ. നമുക്ക് ഇവിടെ മോൾ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സ് എന്നും പറയും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞു, മീറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ലെങ്ത്ത്, മാസ്, ടൈമിൻ്റെ, അതുപോലെ തന്നെ കറണ്ടിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഒക്കെ യൂണിറ്റ് ഒക്കെ അറിയാം. എന്താണ് ഈ പറയുമ്പോൾ ലെങ്ത്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, കറണ്ട് ആംപെയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശ തീവ്രത കാൻഡല. ഇനി പ്രധാനമായിട്ട് ഇനി അതുപോലെ തന്നെ 2 സപ്ലിമെൻ്ററി
ക്വാണ്ടിറ്റീസും ഉണ്ട്, അതിൻ്റെ യൂണിറ്റ്സും ഉണ്ട്. രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്, അതിൻ്റെ യൂണിറ്റ്സും ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റൊന്ന് സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ മീൻസ് നമ്മുടെ 2Dയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന, അതായത് 2 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ ഒരു പ്ലെയിൻ, ഇതൊരു പ്ലെയിനാണ്, ഈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപങ്ങൾക്ക് വരുന്ന ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്, റേഡിയൻ. അടുത്ത് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സോളിഡ് രൂപങ്ങൾക്ക് വരുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, അതായത് 3 ഡയമെൻഷനിൽ അങ്ങനെ വരുന്ന സോളിഡ് രൂപങ്ങളിൽ വരുന്ന ആംഗിളാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്റ്റെറേഡിയൻ എന്ന് പറയും, സ്റ്റെറേഡിയൻ. അങ്ങനെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ യൂണിറ്റും ഉണ്ട്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറഞ്ഞു, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസിനെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്ത ഇതിലിനി ഒരു സെക്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മീൻസ്, അതായത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ ഈ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത്തിൽ നിന്നോ മാസിൽ നിന്നോ ടൈമിൽ നിന്നോ കറണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ നിന്നോ ഈ യൂണിറ്റുകളിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു ടേമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ലെങ്ത് ബൈ ടൈം. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പം ലെങ്ത്തിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് നമുക്കറിയാം, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നതിൻ്റെ കാരണം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്തിൻ്റെയും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ടൈമിൻ്റെയും യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ 2 ക്വാണ്ടിറ്റികളിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് കണ്ടോ, മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ആ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളായിട്ടുള്ള ലെങ്തിൻ്റെ യൂണിറ്റിൻ്റെയും ടൈമിൻ്റെ യൂണിറ്റിൻ്റെയും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെലോസിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റുമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന ഡെൻസിറ്റി നിങ്ങൾ കേട്ടിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം എന്നാണ്. മാസ് ബൈ വോളിയം. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമും അതുപോലെ തന്നെ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ഇതിനർത്ഥം എന്തുവാ? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ മാസിൻ്റെയും അതുപോലെ തന്നെ മീറ്റർ ലെങ്തിൻ്റെ അതുപോലെ അപ്പോൾ മാസിൻ്റെയും ലെങ്തിൻ്റെയും ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി വീഡിയോ കോൺഫറൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിന് കാണാം.